നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും സിനിമാ കുടുംബം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ അമിതമായിട്ടുള്ള വണ്ണവും വയറും കുറയ്ക്കാനൊക്കെ നമ്മൾ ധാരാളം മാർഗ്ഗങ്ങളാണ് പരീക്ഷിക്കുന്നത്. ചില മാർഗ്ഗങ്ങൾ സക്സസ് ആകും, ചിലത് പരാജയപ്പെട്ടൊക്കെ പോകും. പക്ഷേ നമുക്ക് ഈ അമിതമായിട്ടുള്ള വണ്ണം കൊണ്ടും ഈ കുടവേര കൊണ്ടുള്ളൊക്കെയുള്ള പ്രശ്നങ്ങൾ മൂലം നമ്മൾ അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. കാരണം നമുക്കറിയാം, പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ആൾക്കാരുടെ കളിയാക്കൽ, നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ നമുക്ക് മാനസികമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. ഒരുപാട് ആഗ്രഹമുണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഈ വണ്ണവും വയറും ഒക്കെ ഒന്ന് കുറച്ചിരുന്നെങ്കിലെന്ന്. പക്ഷേ ഒരു ഭാഗത്ത് നമുക്ക് എന്താ പറയുക, അമിതമായിട്ടുള്ള വിശപ്പ്, നമ്മൾ ശീലിച്ച് വന്ന ചോറ് കഴിക്കുക എന്നുള്ള ആ ഒരു സംഭവം, ചായ കുടിക്കുക എന്നുള്ള സംഭവം, ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാനും പറ്റത്തില്ല. എന്നാൽ നമുക്ക് വണ്ണം കുറയുകയൊക്കെ ചെയ്യണം. പക്ഷേ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒരു മാറ്റം വരുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് വണ്ണം കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡ്രിങ്കാണ്. അതായത് രാവിലെ നമ്മൾ വെറും വയറ്റിൽ ഈ ഒരു സംഭവം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന കൊഴുപ്പിനെയൊക്കെ ഒരു നല്ല രീതിയിൽ പുറന്തള്ളാൻ സഹായിക്കുന്ന ഒരു നല്ല ഡ്രിങ്കാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. അപ്പോൾ നമ്മൾ ഹെൽത്ത് ഡ്രിങ്ക് കുടിച്ചുകൊണ്ട് മാത്രം നമുക്ക് വണ്ണം കുറയത്തില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഫുഡൊക്കെ കുറച്ച് കൺട്രോൾ ചെയ്യണം. സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്യണം. അതായത് ഇപ്പം നല്ലൊരു വേനൽക്കാലമാണ്. ഇപ്പം നമുക്ക് രാവിലെ ഓടാനും പിന്നെ വർക്കൗട്ടൊക്കെ ചെയ്യാൻ പറ്റിയൊരു കാലാവസ്ഥയാണ്. അതുപോലെ തന്നെ സ്റ്റെപ്പ് കയറുക എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ്. നമ്മുടെ ശരീരത്തിൽ ഫുള്ള് ആ കൊഴുപ്പിനെ കളയാൻ സഹായിക്കുന്നൊരു ഐറ്റമാണ് സ്റ്റെയർകേഴ്സ് കയറി ഇറങ്ങുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മാർഗ്ഗങ്ങൾ ഈ ഒരു 2-3 മാസക്കാലം നമ്മൾ ഒന്ന് മെനക്കെട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ണം കുറച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കും വേണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹെൽത്ത് ഡ്രിങ്കിന് വേണ്ട ഐറ്റം എന്ന് പറയുന്നത് രണ്ട് ഐറ്റമാണ്. ഒന്നെന്ന് പറയുന്നത് ചെറുതാനാണ്, രണ്ടെന്ന് പറയുന്നത് കൊച്ചുള്ളിയാണ്. കൊച്ചുള്ളി ഇല്ലാത്ത വീടുകളില്ല, വളരെ എപ്പോഴും വീട്ടിൽ കാണുന്ന ഒരു ഐറ്റം തന്നെയാണ്. പിന്നീടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ചെറുതാനാണ്. ചെറുതാൻ തന്നെ വേണമെന്നില്ല, ചെറുതാനായിരിക്കും ബെറ്റർ. നമ്മുടെ വീടുകളിലൊക്കെ എടുക്കുന്ന തേൻ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. അതല്ല, ചെറുതാൻ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വില കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് നല്ല കമ്പനിയുടെ തേൻ മേടിക്കുക. പക്ഷേ മറ്റത്രയും ക്വാളിറ്റി ഒന്നും വരത്തില്ല, അത് ഉറപ്പ് കാര്യമാണ്. എന്നിരുന്നാലും പോലും നമുക്ക് ഉപയോഗിക്കാം. കൊച്ചുള്ളി നമ്മൾ എടുത്ത് തൊലി കളഞ്ഞതിനൊക്കെ ശേഷം നമ്മൾ മിക്സിക്കകത്തിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് നമ്മൾ അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ 1 സ്പൂൺ ഈ ഒരു ചെറുതേനോട് ചേർത്തതിന് ശേഷം നമ്മൾ 1 ഗ്ലാസ് വെള്ളം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ രാവിലെ വെറും വയറ്റിൽ കുടിക്കുക. അപ്പം ഇതാണ് ഹെൽത്ത് ഡ്രിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ മൊത്തത്തിലുള്ള കൊഴുപ്പിനെയൊക്കെ നല്ല രീതിയിൽ എരിച്ചു കളയാൻ സഹായിക്കുന്ന നല്ലൊരു ഐറ്റമാണ്. ഇപ്പോൾ കൊച്ചുള്ളി എന്ന് പറയുന്നത് കൊഴുപ്പ് കളയാൻ സഹായിക്കുന്ന നല്ലൊരു ഐറ്റം ആയതുകൊണ്ടും അതിൻ്റെ കൂടെ ഈ ഒരു ചെറുതിനോട് ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ആർക്കും പരീക്ഷിക്കാവുന്ന ചിലവ് കുറഞ്ഞ ഒരു ഐറ്റം, ഒരു മെതഡാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. അപ്പം ഇത് നമ്മൾ പരീക്ഷിച്ച് നോക്കുക. 1-2 ദിവസം പരീക്ഷിച്ചിട്ട് കാര്യമില്ല, ഒരാഴ്ച പരീക്ഷിച്ചിട്ട് കാര്യമില്ല, മിനിമം ഒരു 30 ദിവസമെങ്കിലും നമ്മൾ പരീക്ഷിക്കണം. കൂടെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾ ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുകയും സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ ഓടുകയും, സമയം കിട്ടുമ്പോഴല്ല, മാക്സിമം ആഴ്ചയിൽ ഒരു 4 ദിവസമെങ്കിലും നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം നിങ്ങളുടെ റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കമൻറ്റ് വഴി അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.